الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരമദയാലുവായ പരശുതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ സ്വഭാവം ലോകർക്ക് മാതൃകയാണ്. ആ മാതൃക ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും പാലിച്ചുകൊണ്ട് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് വിശ്വാസി സമൂഹം ജീവിക്കണമെന്ന് നാം മനസ്സിലാക്കിയത്. മാനവരിൽ മഹോന്നതരാണ് നബി തിരുമേനി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരായ ദമ്പതികൾക്ക് ജനിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലയും മാതാവ് ആമിനയുമാണ് എന്ന് നമ്മൾ മദ്രസകളിൽ പഠിച്ച് മനസ്സിലാക്കി വരാം. ഞാൻ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യനായി ജനിക്കുന്നത് പോലെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ജനിച്ച് വളർന്ന് ആ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് തന്നെ ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ, ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ മദ്യവും മദിരാക്ഷിയും അതുപോലെ തന്നെ സാമ്പത്തികമായ ക്രമക്കേടുകളും വളരെ കൂടുതൽ വൃത്തികേടുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ജീവിക്കുന്നത്. പക്ഷെ ആ ജാഹിലിയ്യത്തിന്റെ ഒരു ദുസ്വഭാവം നബിയല്ലാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പ്രവാചകനായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സർവശക്തനായ അല്ലാഹു മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുക്കി നിർത്തുകയായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതിനു ശേഷം, അഥവാ 40 വയസ്സ് ആയതിനു ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സവിശേഷതകൾ കാണാൻ സാധിക്കും. അതിനുശേഷമാണ് പ്രവാചകൻ നമുക്കൊരു റോൾ മോഡലായി പ്രവാചകനായി തീർന്നതിന് ശേഷമാണ് പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ വിശ്വാസികൾ അനുധാവനം ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസൂമായ പ്രവാചകനായി, മാസൂം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റുകളും ചെയ്യാത്ത പ്രവാചകനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാരൊക്കെ മാസൂമികളാണ്. ഇസ്ലാമികമായ വിശ്വാസം തെറ്റുകളിൽ വിമുക്തരാണ്. അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകപ്പെട്ട പ്രവാചകനാണ്, വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ
ബാങ്ക് കൊടുത്താൽ അതിനുശേഷമുള്ള പ്രാർത്ഥനയിൽ വസീലയും ഫദീലയും നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ. വസീല ഫദീല എന്ന് പറയുന്ന സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ട പ്രവാചകനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവും നരകവും കാണിക്കപ്പെട്ട കണ്ട പ്രവാചകനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടി വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം മറ്റുള്ള പ്രവാചകന്മാരെല്ലാം അല്ലാഹുവിനോട് ആ ആളുകളെ മനുഷ്യന്മാരെ വിചാരണക്കെടുക്കണമെന്ന് പോലും പറയാൻ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ വിചാരണ തേടുവാനുള്ള അവകാശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അല്ലാഹു തആല നൽകിയത്. അങ്ങനെ പല രൂപങ്ങളിൽ അല്ലാഹു ആദരിച്ചിരിക്കുന്ന ബഹുമാനിച്ചിരിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്നാലും വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ വചനത്തിൽ പറയുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു എന്ന് തന്നെയാണ്. ഖുൽ പറഞ്ഞു കൊടുക്കുക നബിയെ, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, എന്തെല്ലാം സവിശേഷതകളും പ്രത്യേകതകളും ആദരവും അല്ലാഹു അവന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അംഗീകരിക്കുന്നതോട് കൂടി തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യതിരിക്തമാക്കുന്നത് എന്താ? നമ്മളും നബിയും ഒരേ രൂപമാണ്, ചില കാര്യങ്ങളിൽ ഒരേ രൂപമാണ്. പക്ഷേ പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകന്റെ പ്രത്യേകത യൂഹാ ഇലയ്യ, ഇത് ലോകത്തൊരു മനുഷ്യന് ലഭിക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂഹാ ഇലയ്യ, എനിക്ക് അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത, എനിക്ക് അല്ലാഹുവിന്റെ ദിവ്യബോധനം വഹി ലഭിക്കുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, ആ ദിവ്യബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. അതിലൊന്നാമത്തെ എന്നിട്ടല്ല പറയാണ്, ആരെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ദുനിയാവിൽ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കട്ടെ. സൽപ്രവർത്തനങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. അല്ലാഹു തആല അടിവരയിട്ട് പറയുന്നത് പടച്ച തമ്പുരാനിൽ ഒരാളെയും പങ്കു ചേർക്കാതെയായിരിക്കണം. ആയത്തിന്റെ ശകലത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത് ശിർക്ക് രണ്ട് രൂപത്തിലുണ്ട്. പങ്കു ചേർക്കൽ, ഒന്ന് അല്ലാഹുവിനുള്ള പങ്കു ചേർക്കൽ, അതാണ് ശിർക്കുൽ അക്ബർ എന്ന് പറയുന്നത്, അത് പാടില്ല. മറ്റൊന്നെന്താ? ശിർക്കുൽ അസ്ഗർ, നമ്മളെ ചെറിയ ശിർക്ക് എന്നാണ് ഹദീസിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളും ശിർക്കാണെന്നാണ് പറഞ്ഞത്. അത് ശിർക്കുൽ അസ്ഗർ ഖഫീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. അപ്പൊ ഈ രണ്ട് ശിർക്കുകളിൽ എന്ത് വേണം? അവൻ ഉണ്ടാകാനും പാടില്ല. സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അല്ലാഹുവിനെ പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു പ്രവാചകനാണ്, നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ എന്തിലൊക്കെയാണ് നമ്മെ പോലെ ആവുന്ന മനുഷ്യൻ? സാധാരണ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ വിശപ്പ് അനുഭവപ്പെടും, വെള്ളം കുടിക്കാനാൽ നമുക്കെന്തോ ഒരു വെള്ളം ദാഹം അനുഭവപ്പെടും. അതുപോലെ തന്നെ ചിലപ്പോൾ മറവി നമുക്കുണ്ടാവും, പല കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോണ്ടാവും, മറവി ഉണ്ടാവും. അതുപോലെ തന്നെ ഉറക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമുക്ക് ഉറക്കാൻ പോകും. അതുപോലെ തന്നെ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് അദൃശ്യം അറിയാൻ സാധിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കാത്ത ഒരു അദൃശ്യവും അള്ളാഹുവിന്റെ പ്രവാചകനല്ല. ആ കാര്യത്തിൽ നമ്മളും അള്ളാഹിന്റെ പ്രവാചകൻ ഒരേ രീതിയിലാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിരിക്കുന്നത് തോന്നുമ്പോൾ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങളിൽ
പ്രവാചകരും മനുഷ്യന്മാരും ഒരേ രൂപത്തിലാണ്. ഈ കാര്യത്തിലാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, എല്ലാ പ്രവാചകന്മാരും ലോകത്ത് വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ കുറിച്ച് ഹദീസുകളിൽ കാണാം. അതിൽ 28 പ്രവാചകന്മാരുടെ ചരിത്രം ചുരുക്കിയും വിശദീകരിച്ചുകൊണ്ടും ഖുർആൻ പേരെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ കാലഘട്ടങ്ങളിലേക്ക് വന്ന ഓരോ പ്രവാചകന്മാരെ കുറിച്ചും അവരിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികളായ ആളുകൾ അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഞങ്ങളെ പോലുള്ള മനുഷ്യന്മാരല്ലേ, നിങ്ങൾ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു മലക്കിനല്ലേ അല്ലാഹു തആല പ്രവാചകനായി അയക്കേണ്ടത്? ഇതൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ കൃത്യമായി പറയാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 11-ാമത്തെ വചനത്തിൽ പറയാണ്, ഖാലത്തുലഹും റസൂലുഹും ഇന്നഹു ഇല്ലാ ബശറുൻ മിസ്ലുക്കും. അവരോട് പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങൾ സത്യനിഷേധികളായ ആളുകളോട് ദൂതന്മാർ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. എല്ലാ പ്രവാചകന്മാരും മനുഷ്യന്മാരായിരുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളിൽ, ആ അടിമകളിൽ നിന്നും അവൻ അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലാഹു തആല പ്രവാചകത്വം നൽകി ആദരിച്ചിരിക്കുന്നു. ഇതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ കാന ലനാ അൻ നേതിയകും ബിസുൽത്താൻ ഇല്ലാ ബിഇذനില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ എന്തെങ്കിലും ഒരു പ്രമാണം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്മാരോട് ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ഓരോന്ന് ചോദിക്കും, നിങ്ങൾ പ്രവാചകനാണെങ്കിൽ അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. ഖുർആൻ കൃത്യമായി പറയണം, അതിന് ഞങ്ങൾക്ക് സാധിക്കില്ല. പ്രവാചകന്മാരെ വാചകമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പണ്ട് കാലഘട്ടങ്ങളിലേ പറഞ്ഞു. ഖുർആന്റെ പല ആയത്തുകളിൽ കാണാൻ സാധിക്കും. ഈ മനുഷ്യന്മാരെ പോലെ മനുഷ്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ആളുകളെ തന്നെയാണ് അല്ലാഹു തആല പ്രവാചകനാക്കുന്നത്. ഇത് പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അവർ പറയുന്നത് സൂറത്ത് ഫുർഖാനിൽ കാണാൻ സാധിക്കും, വമാ അർസൽനാ ഖബലക മിനൽ മുർസലീൻ. നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ നാം അയച്ചിരിക്കുന്നത് അവര് ഭക്ഷണം കഴിക്കുന്നവരാണ്, അങ്ങാടികളിലൂടെ നടക്കുന്നവരാണ്. സത്യനിഷേധികൾ പലപ്പോഴും റസൂലിനോട് പറഞ്ഞിരുന്നു, ഇതെന്തൊരു പ്രവാചകൻ, അങ്ങാടികളിലൂടെ നടക്കുക, അത് ഞങ്ങൾ നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുക. അപ്പൊ അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല. അവരൊരു മലക്കായിരുന്നു. പക്ഷെ മലക്കായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ ഖുർആൻ തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. കാരണം മലക്കിനെ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. മലക്കുകളെ മനുഷ്യനായിട്ട് അയച്ചാൽ പിന്നെ അവരത് മലക്കാണെന്ന് വിശ്വസിക്കൂല. മാത്രവുമല്ല, മലക്കിനെ ഒരിക്കലും മനുഷ്യന്മാർക്ക് അനുധാവനം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണമില്ല, അല്ലെങ്കിൽ അവർക്ക് ദാഹമില്ല, വിശപ്പില്ല, ക്ഷീണമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ റോൾ മോഡലാക്കാൻ പറ്റും? അതും പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ മനുഷ്യരെയാണ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല അയക്കുന്നത്. ഇതും വിശുദ്ധ ഖുർആൻ സത്യനിഷേധികളുടെ ഈ ചോദ്യത്തെയും വിശുദ്ധ ഖുർആൻ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പോലെ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർക്കുണ്ടാവുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങി, ഉറക്കം വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഒരു സമയത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് യാത്രയിൽ അവർക്ക് ഉറക്ക് അവരെ അതിജയിച്ചു പോയി. ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിപ്പോയി. നബി അടക്കമുള്ള ആളുകൾ ഉറങ്ങിപ്പോയി. അപ്പൊ നമുക്കും ക്ഷീണം വന്നത് നമ്മൾ ഉറങ്ങും. ആ കാര്യത്തിൽ നബി നമ്മൾ തുല്യരാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആ സമയത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ പോലെ ക്ഷീണം വന്നാൽ ഉറക്കം വരിക എന്നുള്ള ഈ സ്വഭാവം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മസ്ജിദ് നബവിയിൽ
അസർ നമസ്കരിച്ചു. അസർ നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ സലാം പറഞ്ഞു. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ അപ്പൊ സഹാബികളൊന്നും അങ്ങനെ കാര്യമൊന്നും പിന്നെ അങ്ങനെ ചെറിയൊരു മുറുമുറുപ്പ് തുടങ്ങി. അല്ല നമസ്കാരം ചുരുക്കോ അതോ റസൂലുള്ളാഹി മറന്നു? പാരാ ചോദിക്കാം, ആരും ചോദിക്കാൻ തയ്യാറായില്ല. റസൂലിനോട് ചോദിക്കാൻ ഒരു പേടി. അവസാനം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ല റസൂലേ, നിസ്കാരം 4 റക്അത്തിൽ ചുരുക്കോ 2 ആക്കി അല്ലാഹുവിനെ തീരുമാനിച്ചോ അതോ നിങ്ങൾ മറന്നു വെച്ചു? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ചുരുക്കിയിട്ടില്ല. അപ്പൊ മറ്റു സാഹചര്യം ഇടപെട്ടു, അല്ല നബിയെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് കൂടി നമസ്കരിക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹ്ദിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ കാര്യം വലാകിൻ ഇന്നമാ അന ബശർ, വലാകിൻ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി, ഇന്നമാ അന ബശർ അൻസാ കമാ തൻസൂ, ഞാൻ നിങ്ങൾ മറക്കുന്നത് പോലെ മറവി എനിക്കുണ്ടാവും. ഫൈദാ നസീതു ഫദക്കിറൂനി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ജീവിതത്തിൽ നമ്മൾ വന്നു പോകാവുന്ന ചില സംഗതികൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ സൂചിപ്പിച്ചു, നമ്മള് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വിശക്കും, അത് മനുഷ്യ പ്രകൃതിയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. ഖന്തക്ക് കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സഹാബി പറഞ്ഞു കാണിച്ചു കൊടുത്തു, നബിയെ വിശന്നിട്ട് വരിക. ആ സഹാബിയുടെ കുപ്പായം പൊട്ടിച്ചു കാണിച്ചു കൊടുത്തു, കള്ളം കല്ല് കൊട്ടി കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കുപ്പായം പൊട്ടിച്ചു കാണിച്ചു കൊടുത്തു. പ്രവാചകൻ വിശന്നിന്റെ കാടിന്റെ കാരണത്താൽ 2 കല്ല് ആയിരുന്നു പ്രവാചകന്റെ ബാറ്റിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? വിശന്നാൽ ആ വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. ആർക്ക്? നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തകാസുറിലെ നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആൻ ആയത്തുണ്ടല്ലോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് ഈ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ള സൂറത്ത് തകാസുറിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സർവ്വ മുഫസ്സിറുകളും കൊടുത്ത ഒരു സംഭവം. എന്താണ് സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പള്ളിയിലേക്ക് വരികയാണ്. ആ സമയത്ത് പള്ളിയിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് വീട്ടിലൊന്നും തിന്നാല്ല. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂബക്കർ നീ എന്തിനാ വന്നത്? അപ്പൊ മഹാനായ അബൂബക്കർ പറയുന്നുണ്ട്, അഖ്റജനില്ലദീ അഖ്റജക യാ റസൂലല്ലാഹ്, റസൂലേ താങ്കളെ എന്താണ് ഇങ്ങോട്ട് ഈ പള്ളിയിലേക്ക് ഈ സമയത്ത് വരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്? അതേ ഘടകം തന്നെയാണ് എനിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകനെ പറ്റില്ല, പ്രവാചകനെ വിഷമുണ്ട്, ആരെങ്കിലും കൊണ്ടുപോയി അതിനൊരു സഹാബി കൊണ്ടുപോയി ആദ്യം ഈത്തപ്പഴം വെള്ളമൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ആടിനെ അറുത്തുകൊണ്ട് അവരെ സൽക്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി ഓതി ആയത്താണ് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഞാൻ സൂചിപ്പിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ഉണ്ടാകാവുന്ന ഇത്തരം വിശപ്പ്, മറവി, അതുപോലെ തന്നെ ഉറക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ. ലോകത്തൊരു മനുഷ്യന്മാർക്കും അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ്. ഈ അദൃശ്യ കാര്യങ്ങൾ ഏതെങ്കിലും ചില ആളുകൾക്ക് അറിയും എന്ന വ്യാജേനയാണ് പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുകയും അവിടെ ശാരീരികമായും സാമ്പത്തികവുമായിട്ടുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അദൃശ്യങ്ങൾ അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയുകയില്ല. പ്രവാചകനേക്കാൾ വലിയ ആളില്ലല്ലോ, അഷ്റഫുൽ ഖൽഖാണല്ലോ. ആ റസൂലുള്ളാഹിക്ക് പോലും അദൃശ്യങ്ങളായ കാര്യങ്ങൾ പടച്ച തമ്പുരാൻ അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണ്. എത്ര സംഭവങ്ങൾ! ഉഹുദ് യുദ്ധം നടക്കുന്ന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി വലിയ കുഴി ഉണ്ടാക്കി ശത്രുക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ ഉണ്ടാക്കിയ കുഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിയിലേക്ക് വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ല് പൊട്ടി. പ്രവാചകന് തൊട്ട് മുമ്പിലുള്ള
കുഴി പ്രവാചകന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ആ ദൃശ്യങ്ങൾ അറിയാൻ പറ്റില്ല. നിങ്ങൾ നോക്കി, ഒരു വേള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതയായ ഒരു സ്ത്രീ ഒരു സദ്യക്ക് ക്ഷണിച്ചു. നല്ല ആട്ടുമാംസം പാചകം ചെയ്ത് വെച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാതെ ബിശ്ർ എന്ന് പറയുന്ന സഹാബികളിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ബിശ്റിനും ആട്ടിറച്ചി കൊടുത്തു. പക്ഷേ ആട്ടിറച്ചിയിൽ മാരകമായ വിഷം കലർത്തിയിരുന്നു ഈ ജൂതപ്പെണ്ണു. പ്രവാചകൻ കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു, അദൃശ്യമില്ല. ബിശ്ർ റളിയല്ലാഹു അൻഹു അതിൽ നിന്നും ഒരു കഷ്ണം എടുത്തുകൊണ്ട് വായിലിട്ടു. ബിശ്ർ റളിയല്ലാഹു അൻഹു അത് ഇറക്കി. അപ്പോഴാണ് അല്ലാഹു തആല നബിയും അതിന്റെ ഒരു കഷ്ണം വായിലിട്ടു എന്ന് പറയുന്നത്. പക്ഷേ വഹി ലഭിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യം കാര്യം അറിയിച്ചു. അദൃശ്യകാര്യം അറിയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ആ ബിശ്ർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. പ്രവാചകൻ എങ്ങാനും അദൃശ്യകാര്യം അറിഞ്ഞിരുന്നെങ്കിൽ തൊട്ടു മുമ്പിൽ, ദൂരത്തല്ല, കിലോമീറ്ററുകൾ ദൂരത്തുള്ള ഒരു കാര്യമല്ല, പ്രവാചകന്റെ തൊട്ടു മുമ്പിലുള്ള ആട്ടിറച്ചിയിൽ വിഷമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അള്ളാന്റെ റസൂലിന് സാധിച്ചില്ല. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു മദീനയിൽ. നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അപവാദം വെറും അപവാദമാണ്, അതിൽ സത്യത്തിന്റെ തരിമ്പ് പോലും ഇല്ല എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യനെ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക്, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടെ നന്നു പറഞ്ഞു. നോക്കി നിങ്ങള്. പിന്നെ അള്ളാഹുവിന്റെ വചനം പറഞ്ഞാൽ സൂറത്ത് നൂറിൽ അള്ളാഹു തആല ആയത്തിറക്കുമ്പോഴാണ് അള്ളാഹിന്റെ പ്രവാചകനെ മനസ്സിലായത് ആയിഷ ബീവി നിരപരാധിയാണ്. ഞാൻ സൂചിപ്പിച്ചത് അദൃശ്യ കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്താലല്ലാതെ യഥേഷ്ടം അറിയുമായിരുന്നില്ല. ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി സൂറത്ത് അൻആമിലെ 50-ാമത്തെ വചനത്തിൽ പറയുന്നു, കുല്ലാ അഖൂലു ലക്കും ഇന്ദി ഖസായിനുല്ലാഹ്, പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി ഖസായിനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, വലാ ആലമുൽ ഗൈബ, അദൃശ്യ കാര്യങ്ങൾ എനിക്കറിയുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് നബി, ഇതാണ് പ്രവാചകൻ. ലോകത്ത് നടക്കുന്ന, തന്റെ സഹാബികളുടെ ജീവിതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ ജീവിക്കുന്ന മദീനയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. ഗൈബ് അറിയില്ല എന്നുള്ളത് അള്ളാന്റെ വചന. അള്ളാഹ് കൃത്യമായി പഠിപ്പിക്കുകയാണ്, വലാ അഅലമുൽ ഗൈബ, അദൃശ്യങ്ങൾ എനിക്ക് അറിയുകയില്ല എന്ന് നബിയെ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. പ്രവാചകന് അദൃശ്യങ്ങൾ അറിയുകയില്ല എങ്കിൽ പ്രവാചകന്റെ തൊട്ടടുത്ത് പോലും നിൽക്കാത്ത ഏതെങ്കിലും ഒരു മഹാൻ, ഏതെങ്കിലും ഒരു മഹദിക്ക് യഥേഷ്ടം അദൃശ്യങ്ങൾ അറിയാമെന്നുള്ള വിശ്വാസം മുസ്ലിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ആ വിശ്വാസം ഉണ്ടെങ്കിൽ അതെന്തായി മാറും? അന്ധവിശ്വാസമായി മാറും. ആ അന്ധവിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്താ? ഇവർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാം, നമ്മുടെ സ്വകാര്യങ്ങളെല്ലാം അറിയാം, നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്ന മുതല് മാല എവിടെയാണ് എന്ന് ഈ ആളുകൾക്കറിയാം. അത് മുസ്ലിങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. പോകുന്ന ചില ആളുകന്മാര്, അല്ലെ, ചില ജ്യോത്സ്യന്മാര്, ചില കോമരന്മാര്, അവര് പറയാണ് എനിക്കറിയും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത മുസ്ലിമിനില്ല. എന്താ കാരണം? അള്ളാന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അദൃശ്യങ്ങൾ എനിക്കറിയില്ല അറിയിച്ചാലല്ല, വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ, ഞാൻ മലക്കാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അതിര് വിട്ടുകൊണ്ടുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തിയെ കുറിച്ച് ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ എന്താണ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വിശ്വസിക്കുക, അതിനപ്പുറത്തേക്ക് വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മുഅ്ജിസത്തുകൾ. അല്ലാഹു പ്രവാചകന്മാരുടെ പ്രവാചകത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നൽകുന്ന ദൃഷ്ടാന്തമാണ് മുഅ്ജിസത്ത്. ഔലിയാക്കന്മാർക്ക് നൽകുന്നതാണ് കറാമത്ത്. ഈ മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കറാമത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മുഅ്ജിസത്തുകൾ പല പ്രവാചകന്മാർക്കും മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. അതിൽ അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും വലിയ പ്രവാചകന്റെ കാലശേഷം ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ.
വിശുദ്ധ ഖുർആൻ അല്ലാത്ത ചില മുഅ്ജിസത്തുകളും ഖുർആൻ പ്രവാചകൻ ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുക. പ്രവാചകൻ മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. അമാനുഷികത എന്നതിന്റെ അർത്ഥം സാധാരണ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഗതി ഉണ്ടാക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ? ഫജാഉ ബിനായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പാത്രം കൊണ്ടുവന്നു. ഫീഹി മാഉൻ ഖലീലുൻ, ആ പാത്രത്തിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നു. ഫഅദ്ഖല യദഹു ഫിൽ ഇനാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ തന്റെ കൈ പ്രവേശിപ്പിച്ചു. സുമ്മ ഖാല ഹയ്യ അല തഖൂൽ അൽ മുബാറക് വൽ ബർക്കത്തു മിനല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ആ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, ഫലഖദ് റഅയ്തുൽ മാഅ, അങ്ങനെ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിട്ട ആ പാത്രത്തിലേക്ക് ഞാൻ നോക്കി, ഞാൻ കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താണ്. പ്രവാചകന്റെ മുഅ്ജിസത്ത് ഉള്ളത് നമ്മൾ വിശ്വസിക്കണം. യഥേഷ്ടം പ്രവാചകന് തോന്നുന്ന സമയത്ത് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല, ഒരു പ്രവാചകനും സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 90 മുതൽ 93 94 ആയത്തുകൾ പറയാണ്, ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീൽ വഇനബിൻ വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്തുറ ലനാ മിനൽ ലംഇ യംബുഅ. സത്യനിഷേധികൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ പ്രവാചകനായി വിശ്വസിക്കൂല. നോക്കണം, നിന്നെ ഞങ്ങൾ പ്രവാചകനായി വിശ്വസിക്കുകയില്ല. ഈ ഭൂമിയിൽ നിന്ന് ഒരു ഉറവ നീ ഉൽപ്പാദിപ്പിച്ചു തരണം, ഉണ്ടാക്കി തരണം. അല്ലെങ്കിലോ അവർ ആവശ്യപ്പെട്ടത് എന്താ? ഈത്തപ്പഴത്തിന്റെയും അതുപോലെ തന്നെ മുന്തിരിയുടെയും വലിയൊരു തോട്ടം ഉണ്ടാക്കും. അതിന്റെ ഇടയിലൂടെ ഒരു അരുവിയെ ഉൽപ്പാദിപ്പിച്ചു തരണം, ഉണ്ടാക്കി തരണം. ഒരു അവസാനിപ്പിച്ചില്ല അവർ. അല്ലെങ്കിൽ നീ പറയാറുണ്ടല്ലോ ലോകാവസാനം വരുമ്പോൾ ആകാശം പൊട്ടിപ്പൊടിഞ്ഞു പോകുമെന്ന്, എങ്കിൽ അതിന്റെ ചെറിയൊരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട. നീ ആകാശത്തിൽ നിന്നും അതിൽ നിന്നൊരു കഷ്ണം ഞങ്ങളിലേക്ക് വരട്ടെ. അല്ലെങ്കിൽ അല്ലാഹു അവന്റെ മലക്കുകൾ നേർക്ക് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. പിന്നെയും അത് ആവശ്യപ്പെടുകയാണ്, തങ്കത്താരുടെ ഒരു വീട് നിനക്ക് ഉണ്ടാക്കി കാണിച്ചു. അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോ. ഞങ്ങൾക്ക് വായിക്കാൻ പറ്റാവുന്ന ഒരു ഗ്രന്ഥവുമായി കൊണ്ടായിരിക്കണം നീ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ടത്. ഇങ്ങനെ നിരന്തരമായി മുഅ്ജിസത്തുകൾ ഇങ്ങനെ ചോദിക്കാൻ സത്യനിഷേധിക്കുന്നത് റസൂലുള്ളാഹിയോട് പറയാൻ എന്താ പറഞ്ഞത്? കുൽ, പറഞ്ഞു കൊടുക്കുന്നത്, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്രമാത്രം പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ അല്ലാഹുവിന്റെ ഒരു ദൂതനും ഒരു മനുഷ്യനായ ദൂതൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു പ്രവാചകന് നൽകിയിരിക്കുന്ന മുഅ്ജിസത്തുകൾ ആളുകൾ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന് പോലും സാധിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രവാചകനെ ശരിയായി മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കുകയും എവിടെയാണോ പ്രവാചകനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണോ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിൽ മനസ്സിലാക്കുകയല്ലാതെ നമ്മളൊരു അതിശയോക്തിയോടുകൂടി പ്രവാചകനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സ്നേഹനിധികളായ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലൂടെ നിർത്തുകയാണ്. സൂചിപ്പിച്ചു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടുന്ന വ്യക്തിയാണ്. അല്ലാഹു അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ കാരുണ്യമാണ് എന്നൊക്കെ അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്ന പ്രവാചകൻ
മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തദ്റൂനി കമാ തദ്റൻ നസാറ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ, ഉയർത്തിയതുപോലെ, പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. ഉള്ളതിന്റെ അപ്പുറം പറയാൻ പാടില്ല. ഇന്നമാ അനാ അബ്ദ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹു റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞു. ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ, ഖുർആൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കായി നമ്മളൊന്നും പുകഴ്ത്തി പറയേണ്ടതില്ല. നിങ്ങൾ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരിക്കൽ ചില പെൺകുട്ടികൾ കൊണ്ടൊരു പാട്ട് പാടും. ആ പാട്ട് കുറെ വരികളുണ്ട്. ആ വരിയിൽ ഒന്ന് പ്രവാചകനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. ഇങ്ങനെ പാട്ട് പാടി, ഗഫ് കൊട്ടി പാട്ട് പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. ആ വരിയിലെ ഒരു ശകലം അതാണ്, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നബിക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് അറിയോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖുലി ഹാദാ, ഇത് നിങ്ങൾ പറയാൻ പാടില്ല, ഇത് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ പഠിപ്പിക്കാൻ. നാളെ വരാൻ പോകുന്ന കാര്യം അറിയുന്നവൻ ആരാ? അല്ലാഹ്. അത് നബിക്കറിയില്ല. അപ്പൊ ഇല്ലാത്ത പ്രശംസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചന്ദ്രഗ്രഹണം നടന്നു, സൂര്യഗ്രഹണം നടക്കാറ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം നടന്നു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി മരിച്ച ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പൊ കൂട്ടത്തിലുണ്ടായ സഹാബികൾ പറഞ്ഞു, കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചപ്പോൾ സൂര്യഗ്രഹണം സംഭവിച്ചിരിക്കുന്നു, ദുഃഖത്താൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ്. ഒരാൾ മരിച്ചത് കൊണ്ടോ ഒരാൾ ജനിക്കുന്നത് കൊണ്ടോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കൂല. അങ്ങനെ ഒരു കൃത്രിമമായ ബഹുമാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്. ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകനെ മനസ്സിലാക്കേണ്ട രൂപത്തിലേ നമ്മൾ മനസ്സിലാക്കും. പലതും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പലതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന പേര് കൊണ്ടുവരപ്പെട്ട ഒരു സംഗതി. അതിന് സനദുണ്ടോ മതനുണ്ടോ എന്നൊക്കെ വേറെ കാര്യം, നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിച്ചു മാറ്റപ്പെട്ട മുടി അതിന് യാഥാർത്ഥ്യത്തിലുള്ള മുടിയാണെങ്കിൽ പോലും മുറിച്ചു മാറ്റപ്പെട്ട മുടി വളരും എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി അതിന് യാതൊരു പിന്തുണയില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആരെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണപ്പെട്ട് വഫാത്തായി പ്രവാചകന്റെ ഖബർ കുഴിക്കുന്ന സാഹചര്യമായിരുന്നു അല്ലേ? ആ ഖബർ കുഴിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ മദീനയിൽ അന്ന് ലക്ഷക്കണക്കിന് സാഹിബിമാരാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവ് ചെയ്യുമ്പോൾ, ഖബർ കുഴിക്കുമ്പോൾ, അവിടെ ഹുഫർ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി മരിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരും, അതുകൊണ്ട് ഖബർ ഇത്ര പോരാ, കുറേ വളർന്നു അവർ പറഞ്ഞു? ഇല്ല. ഒരു മനുഷ്യനും ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരും. മാത്രമല്ല, മുറിച്ചു മാറ്റപ്പെട്ട നഖമോ മുറിച്ചു മാറ്റപ്പെട്ട മുടിയോ ഇത് റസൂലുള്ളാഹിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടല്ല. നമ്മളെ മനസ്സിലാക്കേണ്ടത് അതിന് പിൻബലം വേണം. അതിന് സനദുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അത് ഇസ്ലാമികമല്ല, അത് പണമുണ്ടാക്കാൻ അല്ലേ, അതിന് പ്രത്യേകമായ ഒരു വ്യാപാര കണ്ണോടുകൂടി പ്രവാചകന്റെ ആസാറുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമെന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകനെ നമ്മൾ പിൻപറ്റുക, പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക, പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ അനുധാവനം ചെയ്യുക. അതാണ് പ്രവാചക സ്നേഹം. പ്രവാചകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചോ അതിനെ നമ്മൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അല്ലാതെ പ്രവാചകൻ കാണിക്കാത്ത, സഹാബിവര്യന്മാർ കാണിക്കാത്ത, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ പുകഴ്ത്തി. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ലാ തഖൂനി ബാ ഇസ്രായേൽ സമൂഹം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തി അവസാനം എന്തായി? ദൈവം തന്നെയായി.
അല്ലെ? ത്രിയേകത്വത്തിലുള്ള ഒന്നാണ്, മൂന്നെണ്ണമാണ്, അതിൽപ്പെട്ട ഒന്നാണ് യേശു ക്രിസ്തു എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിങ്ങൾ പുകഴ്ത്തേണ്ടതില്ല. ഇത് ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കഴിയുന്നതിനനുസരിച്ചുകൊണ്ട് പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടാകും.